കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോൻ്റെ ഡീഫോൾട്ട് ബ്ലേസർ ആപ്ലിക്കേഷൻ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഒരു 2-വേ ബൈൻഡിങ് എങ്ങനെ വർക്കാവും ബ്ലേസറിൽ, പിന്നെ എങ്ങനെ കൺട്രോൾസ് റെൻഡർ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഈ ഇൻഡെക്സ് പേജിൽ ഞാൻ കോഡ് സെക്ഷൻ ആഡ് ചെയ്യാം. അപ്പോൾ ബ്ലേസർ ആപ്ലിക്കേഷൻസ് എങ്ങനെ പറഞ്ഞാൽ 2 സെക്ഷൻ മാതിരിയാണ്. ഒന്ന് മേലെ HTML സെക്ഷനും താഴെ കോഡ് സെക്ഷൻ. അപ്പോൾ കോഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഒരു ഈവൻറ്റ്, അതായത് ഓൺ ഇനീഷ്യലൈസ്ഡ് ഈവൻറ്റ്, ഈ ഈവൻറ്റ് വന്നിട്ട് ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഒരു റേസർ പേജിൻ്റെ ലോഡിങ് ആയിക്കഴിഞ്ഞാൽ ട്രിഗർ ആവുന്ന ഒരു ഈവൻറ്റാണിത്, ഓൺ ഇനീഷ്യലൈസ്ഡ് അസിങ്ക്. അപ്പോൾ ഈ ഈവൻറ്റ് നമുക്ക് വേണമെങ്കിൽ ആ ഡേറ്റാബേസ് കണക്ഷനോ അല്ലെങ്കിൽ വല്ല പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. തൽക്കാലം ഇപ്പോൾ ഇത് ഒന്നിനും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ശരി, ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇൻഡെക്സ് പേജിന് ഒരു കോഡ് ബിഹൈൻഡ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോഡ് ബിഹൈൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പേജ് ഇല്ലെങ്കിൽ കോമ്പണൻറ്റിൻ്റെ അതേ പേര് .cs കൊടുത്താൽ ഒരു കോഡ് ബിഹൈൻഡ് ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മുടെ റേസർ പേജിൻ്റെ പേര് ഇൻഡെക്സ് ആണ്. അപ്പോൾ കോഡ് ബിഹൈൻഡിൻ്റെ ക്ലാസ്സും ഇൻഡെക്സ് ആയിട്ട് വരും. അപ്പോൾ അത് എറർ വരും. അപ്പോൾ നമ്മുടെ പേര് മാറ്റിയാൽ മതി. ഇൻഡെക്സ് ബേസ് എന്ന് ഞാൻ തൽക്കാലം കൊടുക്കുകയാണ്. എന്നിട്ട് ആ ക്ലാസ്സിനെ കോമ്പണൻറ്റ് ബേസ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യണ പോലെ ക്രിയേറ്റ് ചെയ്യണം. കോമ്പണൻറ്റ് ബേസ് വന്നിട്ട് ASP.NET കോർ കോമ്പണൻറ്റ്സിൻ്റെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഇൻഡെക്സ് ബേസ് ക്ലാസ്സിനെ UI-ലോട്ട്, അതായത് റേസർ പേജിൽ ഇൻഹെറിറ്റ് ചെയ്യണം. ഞാനിവിടെ പേജിൻ്റെ താഴെ ഇൻഹെറിറ്റ്സ് ഇൻഡെക്സ് ബേസ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ UI-യും കോഡ് ബിഹൈൻഡും ടൈഡ് അപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോണത്, ഞാൻ ഈ ഇൻഡെക്സ് ബേസ് ക്ലാസ് പേജ്, കോഡ് ബിഹൈൻഡ് പേജിനെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. എന്നിട്ട് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാം. സോ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വർക്കാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ട്രിങ് പ്രോപ്പർട്ടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഈ പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ ഇൻപുട്ട് വാല്യൂ എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഇൻപുട്ട് വാല്യൂ ഞാൻ പ്രൊട്ടക്റ്റഡ് ആക്കുക. എന്നിട്ട് ഇതിനൊരു ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് സ്ട്രിങ് അല്ലേ, റാൻഡം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് അസൈൻ ചെയ്യാൻ പോകണം. എന്നിട്ട് ഈ പ്രോപ്പർട്ടിനെ ഞാനിവിടെ UI-ൽ റെൻഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു P ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പ്രോപ്പർട്ടിനെ ഇൻ്റർപോളേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻപുട്ട് വാല്യൂ എന്ന് പ്രോപ്പർട്ടി ഇൻ്റലിജൻസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് റൺ ചെയ്ത് നോക്കാം, ഈ പ്രോപ്പർട്ടി റെൻഡർ ആവുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് പേജിൻ്റെ താഴെ റാൻഡം ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക പറഞ്ഞാൽ, ഈ കോഡ് സെക്ഷനെ നമുക്ക് എടുത്ത് കളയാം. അതായത് ഈ ഈവൻറ്റിനെ നമുക്ക് കോഡ് ബിഹൈൻഡിലിട്ട് വർക്കാവുമോ നോക്കാം. അപ്പോൾ കോഡ് സെക്ഷൻ എടുത്ത് മാറ്റി. അപ്പോൾ റേസറിൽ വെറും HTML ആണ്. കോഡ് ബിഹൈൻഡിൽ ഞാൻ ഓൺ ഇനിഷ്യലൈസ് അസിങ്ക് പേസ്റ്റ് ചെയ്തു. അപ്പോൾ എറർ വന്നിട്ട് അത് ത്രെഡിങ് യൂസിങ് ആക്കിയാൽ അത് ശരിയാവും. ഇതുപോലെ നാളെ ഈവൻറ്റ്സും കോഡൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ബിഹൈൻഡ് ഫയൽ. അപ്പോൾ തൽക്കാലം ഇതിന് യൂസ് ഇല്ലാത്ത കാരണം ഞാൻ എടുത്ത് കളയണം ഈവൻറ്റ്, അതില്ലാണ്ട് വർക്കാവും. ശരി, ഇനിയിപ്പോൾ ഞാൻ ഈ P ടാഗിനെ എടുത്തിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സിലോട്ട് ആ ഇൻപുട്ട് വാല്യൂവിനെ റെൻഡർ ചെയ്യുന്ന പോലെ ഒന്ന് നോക്കാം. അപ്പോൾ സാധാ HTML ടാഗ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടൈപ്പ് = ടെക്സ്റ്റ് കൊടുക്കാം. അതാണ് ടെക്സ്റ്റ് ബോക്സിനുള്ള ഒരു HTML കൺട്രോൾ. അപ്പോൾ സെയിം റേസറിൽ തന്നെ. അപ്പോൾ വാല്യൂ വന്നിട്ട് ഇൻപുട്ട് വാല്യൂ എന്ന് ഉള്ള പ്രോപ്പർട്ടീനെ അസൈൻ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യണം ടാഗിനെ. ശരി, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം ബ്രൗസറിൽ. അപ്പോൾ റാൻഡം ടെക്സ്റ്റ് എന്ന് പറയുന്നത് റെൻഡർ ആയിട്ടുണ്ട് ടെക്സ്റ്റ് ബോക്സിന്. ഞാൻ റാൻഡം വാല്യൂ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനീഷ്യൽ ഡീഫോൾട്ട് വാല്യൂ റാൻഡം ടെക്സ്റ്റ് വന്നു. ശരി, ഇനിയിപ്പോൾ
ടു വേ ബൈൻഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതേ പി ടാഗിലോട്ട് അതേ സെയിം പ്രോപ്പർട്ടീനെ റെൻഡർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിലും ഉണ്ട്, പി ടാഗിലും ഉണ്ട് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി എങ്ങനെ വർക്കാവും നോക്കാം. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിൽ റാൻഡം ടെക്സ്റ്റ് എഡിറ്റ് ചെയ്താൽ താഴെ റാൻഡം ടെക്സ്റ്റ് ചേഞ്ച് ആവില്ല, അതായത് ടു വേ ബൈൻഡിങ് ആവില്ല. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബ്ലേസറിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിനെ നമുക്ക് HTML ടാഗ്സിലോട്ട് എംബഡ് ചെയ്യാം. ഫസ്റ്റ് ആട്രിബ്യൂട്ട് വന്നിട്ട് ബൈൻഡാണ്. ബൈൻഡ് വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസിനെ ബൈൻഡ് ആക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. പിന്നെ ബൈൻഡ് ഈവൻറ്റ് പറഞ്ഞിട്ട് അതൊരു ബൈൻഡിനെ വാച്ച് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനൊരു ഈവൻറ്റ് പറയണം. സോ ഓൺ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിൽ എല്ലാ കീ സ്ട്രോക്സും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് വാച്ച് ചെയ്തിട്ട് അതിനെ വീണ്ടും ആ വേരിയബിളിലേക്ക് ബൈൻഡ് ചെയ്യണം. ഇങ്ങനെ ടു വേ ബൈൻഡിങ് നമുക്ക് ബ്ലേസറിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഈ കൺട്രോൾസിന് കസ്റ്റം ഇൻപുട്ട് അല്ലെങ്കിൽ കസ്റ്റം കോമ്പോണൻറ്റ്സ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം ബ്ലേസറിൽ. എന്നിട്ട് ആ കസ്റ്റം കോമ്പോണൻറ്റ്സിനെ നമുക്കൊരു റേസർ ക്ലാസ് ലൈബ്രറി ആക്കാൻ പറ്റുമോ നോക്കാം.